Hey guys, it's me Dimbladi and welcome to our new video. So ഇന്ന് നമ്മൾ ഒരു ടേബിൾ മേക്ക് ഓവർ ഒക്കെ എന്ന് പറയാട്ടോ. എന്താണെന്നറിയോ, ഇന്ന് എൻ്റെ ടേബിൾ ഭയങ്കര കുറച്ച് വലുതായ പോലെ നിങ്ങൾക്ക് തോന്നും. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ടേബിൾ മാറ്റിയിട്ടുണ്ട്. മുകളിലത്തെ ഭാഗമല്ല, അടിയത്തെ ഭാഗം ഒന്ന് മാറ്റിയിട്ടുണ്ട്. സോ എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു ടേബിളിൽ, അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. സോ അങ്ങനെ മാറ്റിയതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ അവിടെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളറിങ് ബുക്ക് അങ്ങനത്തെ ബുക്സ് ആട്ടോ, ശരിക്കും സ്കൂളിൽ കൊണ്ടുവന്ന ബുക്കല്ല. അങ്ങനെ കുറച്ച് സ്റ്റേഷനറി പോലത്തെ സംഭവങ്ങൾ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്, വേറൊന്നുമല്ല, നമ്മുടെ ചാനലിൽ 700 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്തൊക്കെയാണ്. സോ അതിന് പറയാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. മുമ്പത്തെ 2024 നമ്മുടെ ചാനൽ തുടങ്ങിയത്. 2 വർഷം മുമ്പാണ് നമ്മുടെ ചാനൽ തുടങ്ങിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ 2 വീഡിയോസാണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ നിർത്തി കേട്ടോ, അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കുറച്ചും കൂടി ആക്റ്റീവാൻ തുടങ്ങിയത് 2024 അപ്പോൾ അവിടെ തൊട്ട് പിന്നെയും 2024 പകുതി ആയിപ്പോയാണ് കേട്ടോ വീഡിയോ ഇടാൻ തുടങ്ങി. തുടങ്ങുന്ന സമയത്തല്ല, ഒരു പകുതി ആയിപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ 2025 അവസാനിക്കാൻ പോകുമ്പോൾ നമുക്ക് 700 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളെന്നെ ഇത്ര സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരണ്ടേ? സോ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഗിവ് അവേ നടത്തുന്നുണ്ട്. സോ സ്റ്റേഷനറി സംഭവങ്ങളാണ് കൊടുക്കുന്നത്. ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പുതിയതായിട്ടുള്ളതല്ല. ഒരു പുതിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അതിലെല്ലായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ഇടുന്നത്. വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒറിജിനൽ വീഡിയോ. അത് നിങ്ങൾക്ക് എൻ്റെ ഷോർട്ട്സിൽ പോയി കാണാൻ പറ്റും. എന്നിട്ട് ഓൾ ഡെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി പുറകെ പോയി നിങ്ങൾക്ക് കിട്ടും ഷോർട്സിൽ തന്നെ. പിന്നെ ഞാൻ ആ പേപ്പറിലാണെങ്കിൽ കുറച്ച് ലിറിക്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പടക്കളം തെന്നിൽ ഒരു മഹാവിരുദ്ധം വന്നല്ലോ, പടയിടുവാൻ തുണിഞ്ഞല്ലോ. ഈ ഒരു പാട്ടിൻ്റെ ലിറിക്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. സോ നിങ്ങൾക്ക് ഏത് പാട്ട് ഇഷ്ടമുള്ളതെന്ന് പറ. പിന്നെ ഈ ഒരു ക്ലിപ്പ് ഭയങ്കര എസ്തെറ്റിക്കായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഈ ക്ലിപ്പാട്ടോ ഞാൻ ഇട്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ക്ലിപ്പ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ക്ലിപ്പ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനത്തെ അടിഭാഗം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ അടിഭാഗത്ത് ഈ സ്പോഞ്ചൊക്കെ സെറ്റ് ചെയ്യുന്നതെന്ന് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒരിക്കലാട്ടോ ഇന്നത്തെ പണി. ഇന്ന് മേൽഭാഗം ഞാൻ ആദ്യം ഒരുക്കി വെച്ചു. അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇപ്പം എൻ്റെ ടേബിൾ കണ്ടപ്പോൾ ക്ലൗഡ് ചേച്ചിയുടെ ടേബിൾ പോലെ, ആര്യ ചേച്ചിയുടെ ടേബിൾ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഭയങ്കര എനിക്ക് ആളുടെ ടേബിൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്തൊക്കെയുണ്ടെന്ന് വിശേഷം ഉണ്ടെന്ന് പറയാം. പിന്നെ ഇപ്പോൾ വെക്കേഷൻ അടുത്ത് വന്നോളപ്പോഴേക്കും ഇപ്പോൾ എൻ്റെ വെക്കേഷൻ കഴിയാൻ പോവുകയാണ്. എന്താ നമുക്ക് വെക്കേഷനിക്ക് കുറച്ചും കൂടി ദിവസം കിട്ടിയാൽ നല്ലതായിരുന്നു. മുമ്പ് 10 ദിവസമായിരുന്നു, ഇപ്പോൾ എനിക്ക് 13 ദിവസമാണ് കേട്ടോ. ചിലരുടെ അടുത്ത് 15 ദിവസമുണ്ട്. ചിലർക്ക് എത്രയാ, ചിലർക്ക് 10 ദിവസമുള്ളൂ കേട്ടോ. അപ്പോൾ അവർ നിങ്ങളുടെ സ്കൂളെപ്പോൾ തുറക്കാമെന്നൊക്കെ പറ. പിന്നെ അടുത്ത ഭാഗവും സെറ്റായത് വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ക്യൂട്ട് എസ്തെറ്റിക്കായി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറ. പിന്നെ എല്ലാവരും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ ഗിവ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക. പിന്നെ ഈ 3 പൗച്ചുണ്ട്, അപ്പോൾ അതൊക്കെ അതിൽ വെച്ച് കൊടുക്കേണ്ടതിൽ ഒരു പൗച്ച് അമ്മ മേടിച്ചെന്താ കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ബർത്ത്ഡേ വ്ളോഗല്ല, ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. പിന്നെ നമുക്കിന്ന് കുറേ പുതിയ പ്രിറ്റി കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. സോ കുറേ പ്രിറ്റി കൂട്ടുകാരെ, പിന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ആയാലും ഇപ്പോഴത്തെ ആയാലും കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് വൈഡപ്പ് ചെയ്യാനാണ് ഞാൻ വീഡിയോ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വൈഡപ്പ് ചെയ്യാന്നൊക്കെ അടിച്ച് താറ്റൊക്കെ കൊടുത്ത് ഇവിടെ തന്നെ നിർത്താം. ഓക്കെ, കഴിഞ്ഞു വീഡിയോ വൈഡപ്പ് ചെയ്യാന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ക്രിസ്മസ് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഈ ലൈറ്റ് അലങ്കാരത്തിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫെയറി ലൈറ്റാണ്, നിങ്ങൾക്ക് ഓൺലൈനിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടയിലൊക്കെ കിട്ടും. ഇത് ഞാൻ ഇരിങ്ങാലക്കുടയിലുള്ള ഒരു കടയിൽ നിന്നാണ് മേടിച്ച്. ഇതിന് 50 രൂപയാണ് വരുന്നത്. സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വിൽക്കാൻ നോക്കിയപ്പോൾ സെലോ ടേപ്പ് വേണം. അപ്പോൾ എൻ്റെ സെലോ ടേപ്പ് ഇല്ല. അത് കാരണം ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ മക്കളെ സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഭയങ്കര ഒരു എന്താ ഈ
ഈസ്തറ്റിക്കല്ല, ഒരു നല്ല ലുക്ക് കിട്ടി. അത് ഇട്ടപ്പോൾ തന്നെ എന്തുറ്റാ സൂപ്പർ ലുക്ക് കിട്ടി. അത് പറയാണ്ടിരിക്കാൻ വയ്യ, സൂപ്പറായിരുന്നു. അതിട്ടപ്പോൾ ഭയങ്കര ഒരു ഈസ്തറ്റിക് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടിയ സീൻ ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മേടിക്കാം, സൂപ്പറാണ്. ലൈറ്റ് ഞാൻ പറയാം നല്ല യൂസ്ഫുള്ളാന്ന് പറഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ്. സോ എപ്പോഴും ഓണാക്കിയിട്ട് ചാർജ് പോകും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ജേണൽ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഓണാക്കിയിടാം. സൂപ്പർ സംഭവമാണ് കേട്ടോ. സോ ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അവിടെ ഇടുമ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. രാത്രിയിൽ കാണാൻ അതിൻ്റെക്കാളും ഭംഗിയായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് എനിക്ക് കുഞ്ഞൊരു എന്തുറ്റാ പറയുക, ഒരു ക്യാൻഡിൽ പോലെയുണ്ട് ലൈറ്റ്. അത് ഇങ്ങനെ ബാറ്ററി സംഭവമാണ്. അതെൻ്റെ ഫ്രണ്ട് എന്താണ് ബെസ്റ്റ് ഫ്രണ്ട് എന്താണ്, അപ്പോൾ ആളുടെ പേര് ഗൗരി എന്നാട്ടാ. അപ്പോൾ ആൾ തന്നതാണ്. അതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് സംഭവത്തിൽ അവിടെ വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. സോ എങ്ങനെയുണ്ടെന്ന് പറ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ സൂപ്പറായിട്ട്. ഞാൻ ഇങ്ങനെ ഭയങ്കര ഓവറാക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, സൂപ്പറായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടേബിൾ മേക്ക് ഓവർ ഞാൻ ഇതാണ് കേട്ടോ പറയുക. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടെന്ന് പറ. ഞാൻ കുറേ ഇങ്ങനത്തെ ക്യാമറ അങ്ങനത്തെ സംഭവമാണ് നോക്കി എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഈസ്തറ്റിക് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ചെയ്യാൻ ആരും മറക്കാണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത വർഷം വരാൻ പോവുകയാണ്. സോ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ടാറ്റാ. നിങ്ങൾക്കിതിൽ ഏത് ഫോട്ടോയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ടാറ്റാ, ബൈ ബൈ.